എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് PCOD-നെ കുറിച്ച് നോക്കാം. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അതായത് നമ്മുടെ അണ്ഡാശയത്തിൽ കാണുന്ന മുഴയെ കുറിച്ച് നോക്കാം. നമുക്ക് ചെറിയ പെൺകുട്ടികൾ ആർത്തവം തുടങ്ങിയിട്ട് ആർത്തവ വിരാമം വരെയുള്ള സ്ത്രീകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇന്നെന്ന് വെച്ചാൽ ആർത്തവം നേരത്തെയാണ് അല്ലേ. മറ്റ് 13 വയസ്സിലായിരുന്നു ആർത്തവം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇന്ന് 13 വയസ്സ് 15 വയസ്സിനുള്ളിലായിരുന്നു ആർത്തവം തുടങ്ങിയിരുന്നത് പണ്ട് കാലത്ത്. എന്നാൽ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ 10 വയസ്സ് മുതൽ അതിനും മുന്നേയുള്ള വയസ്സ് മുതൽ കുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതശൈലി മാറി. പണ്ടുള്ള അതേ പാറ്റേൺ അല്ലേ ഇപ്പോൾ നമ്മളും നമ്മുടെ കുട്ടികൾക്കും കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അക്യുപഞ്ചർ പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബ്ലെസ്ഡ് ആണ് ഈ ഗർഭപാത്രത്തിന് ആർത്തവം ഉണ്ടാകുന്ന സമയം എന്ന് പറയും. കാരണം നമ്മുടെ ഓരോ കോശങ്ങളിലുള്ള ബ്ലഡ് എത്രമാത്രം ഇതാക്കാനുണ്ട്, വേസ്റ്റിനെ ഫുള്ള് അബ്സോർബ് ചെയ്ത് ആ ഗർഭപാത്രത്തിലോട്ട് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. ഗർഭപാത്രം ആർത്തവത്തിൻ്റെ ടൈമിൽ അണ്ഡം പോകുന്നതിൻ്റെ കൂടെ എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളിലും എവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടോ അതിന് ശുദ്ധീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് അങ്ങനെ വരില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം കാലം മാറി, നമ്മുടെ ഫുഡ് ഹാബിറ്റൊക്കെ മാറി, മെഡിസിൻസിൻ്റെ അമിത ഉപയോഗമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്ന് സ്ത്രീയുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് ചെറിയ കുട്ടിക്ക് പീരീഡ്സ് വരും, നമുക്കോ പീരീഡ്സിന് ഇഷ്ടമല്ല. ആർത്തവത്തിന് ഇതിനിപ്പോൾ ഒരു 5-6 ദിവസം നമുക്കൊരു കഷ്ടപ്പാട് പോലെയാണ് ആർത്തവത്തിന് എല്ലാവരും കാണുന്നത്. ഇത്രയും നന്മ ചെയ്യുന്നൊരു ശരീര പ്രവൃത്തിയാണ് ആർത്തവം എന്ന് പറയുന്നത്. പക്ഷെ ഈ ചെറിയ കുട്ടിയൊക്കെ ഇങ്ങനെ പീരീഡ്സ് വരുമ്പോൾ നമ്മൾ പറയും അവരിനി എത്ര കാലം ഇതിങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ളൊരു ചിന്ത നമ്മൾ അവർക്ക് തന്നെ കൊടുക്കുന്നത് മാനസികമായിട്ടൊരു സപ്പോർട്ടല്ല. അവരെ ഒരു പേടിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോഴേ ഇത് തുടങ്ങി, ഇനി എത്ര കാലം പോകണം, ഒരു അമ്പലത്തിൽ പോകാൻ കഴിയില്ല. പണ്ടൊക്കെ ഞാനും അതേ ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ അക്യുപഞ്ചർ പഠിച്ചപ്പോഴാണ് തിരിയുന്നത് ഇത്രയും നല്ലൊരു നമ്മുടെ ശരീരം വേസ്റ്റിനെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ് ആർത്തവം എന്നുള്ളത്. നമുക്ക് ഈ ചില സ്ത്രീകൾക്ക് ഓവറായിട്ട് തടിയുണ്ടാകും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഈ പീരീഡ്സ് റെഗുലറായിട്ട് വരണമെന്നില്ല. അങ്ങനെ പീരീഡ്സ് റെഗുലറായിട്ട് വരാണ്ടിരിക്കുമ്പോൾ ഓവറിലെ ഓരോ അണ്ടം അവിടെ തന്നെ തങ്ങി അതിനൊരു പൂർണ്ണ വളർച്ച എത്താണ്ട് അതെല്ലാം കൂടിയിട്ടുള്ള അവസ്ഥയാണ് ഈ PCOD എന്നുള്ളത്. ഇന്ന് സർവ്വസാധാരണമാണ്. എല്ലാവർക്കും PCOD-ൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഒന്നാമത് നോക്കിയിട്ട് നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ മാറി. അതുപോലെ തന്നെ വ്യായാമം എന്ന് പറഞ്ഞ സംഭവം നമുക്കില്ല. എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, ഓടി ചാടി പോകുന്നുണ്ട് എന്ന് പറയും. പക്ഷെ ശരിക്കും ഒരു വേർത്ത കൊണ്ടുള്ളൊരു അവസ്ഥ നമുക്കില്ല. ഇന്ന് നടക്കുന്നത് വളരെ കുറവാണ്. എപ്പോഴും വണ്ടിയിലാണ് ട്രാവൽ ചെയ്യുന്നതൊക്കെ ഇതാണ്. ശരീരം കൃത്യമായിട്ട് വേർക്കുന്നില്ല. ഇനി PCOD-ൻ്റെ വലിയ ബുദ്ധിമുട്ടാണ് മുഖത്തെ രോമ വളർച്ച, ആണുങ്ങളെ പോലെ ശബ്ദം മാറി വരുന്നത്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാറുണ്ട്. അലോപ്പതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിസിനോ അല്ലെങ്കിൽ അത് പിന്നീട് ആർത്തം വരാനുള്ള മെഡിസിൻ തരും, പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻസ് കിട്ടും. പിന്നീട് അത് ചിലപ്പോൾ സർജറി വേണമെന്ന് സർജറി ചെയ്ത് ചിലപ്പോൾ ഒരു ഓവറി എടുത്ത് കളയും, ചിലപ്പോൾ അവർ അത് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്ന ശസ്ത്രക്രിയയൊക്കെ ഇപ്പോൾ പുരോഗമിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുപഞ്ചർ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശരിയായ നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റി പിടിച്ചാൽ മാത്രം മതി. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ടൊരു വ്യായാമം കൊടുക്കുക ശരീരം ഏത് സമയത്ത് ഒരു വ്യായാമത്തിലൂടെ ദിവസം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആർത്തവത്തിന് സ്ഥിരമായി നല്ലൊരു എല്ലാ മാസവും വരുന്ന രീതിയിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന് കുറച്ച് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള അവസ്ഥയുള്ളവർ ഒരു അക്യുപഞ്ചറിനെ കാണിച്ചിട്ട് ചികിത്സ സ്വീകരിക്കുന്ന ടൈമിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ പൂർണ്ണമായിട്ട് നിർത്തിക്കൊണ്ട് നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ശരീരം എന്ത് ചെയ്യും, എന്തൊക്കെയാണോ വേസ്റ്റ് ഉള്ളത് അതിന് മുഴുവൻ പുറത്തേക്ക് കളയാൻ ആർത്തവത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് കളയും. അതിനുശേഷം നിങ്ങൾക്ക് നോർമലായിട്ടുള്ള അവസ്ഥയാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം ബേക്കറിയോ ജങ്ക് ഫുഡ് പോലുള്ളവ ഒഴിവാക്കിക്കൊണ്ട് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ അത് വിശക്കുമ്പോൾ മാത്രം കഴിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ വേണ്ടുന്നതാണ് പുളി ഒഴിവാക്കുക എന്നുള്ളത്. പുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ശരീരത്തിൽ ഒരു ചൂട് ആ സമയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശരീരം ഒരു ഹീറ്റ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, കുളിച്ചുകൊണ്ട് അതിനെ ഇല്ലാണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേസ്റ്റ് പുറത്തേക്ക് പോകുന്നില്ല. വേസ്റ്റ് കത്തിക്കലാണ് ചൂടാക്കുന്നത്, ശരീരം ചൂടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ആടെ നടക്കാണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആ ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കുളി ഒഴിവാക്കിക്കൊണ്ട് റെസ്റ്റ് കൊടുക്കുക ശരീരത്തിന്. പിന്നെ ഏറ്റവും നോക്കേണ്ടതെന്ന് വെച്ചാൽ മനസ്സിൽ ഭയം, ഉത്കണ്ഠ, ദുഃഖം, ഇത് 3 കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ PCOD എന്നുള്ള അവസ്ഥ ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്തിനാണോ ഭയക്കുന്നത്, എന്തിനാണോ പേടിക്കുന്നത്, എന്ത് ഉത്കണ്ഠയാണ് നാളെ പാപ്പിനെ കുറിച്ചിട്ടുള്ളത്, അതൊന്ന് മാറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മാറാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് ഒരുപാട് ടെക്നിക്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് പോലെയുള്ളവർ നമ്മുടെ മനസ്സിന് ശാന്തത ലഭിക്കാൻ പറ്റിയ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുക, അതുപോലെ എക്സസൈസ് ചെയ്യുക. ഇനിയിപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല, നിങ്ങൾക്കൊരു ഡാൻസ് പാട്ട് വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ഡാൻസ് ദിവസം നിങ്ങൾക്ക് നിങ്ങളെ പണി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ നിങ്ങളെ മൈൻഡ് നന്നായിട്ട് റിലാക്സിനാവും. നിങ്ങൾ പറയും വേറെ പോകാൻ പൈസയില്ല കൊടുക്കുക, അങ്ങനെ പോലും വേണ്ട. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിനെ നോക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ വിഷമം മാറിക്കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്ന സ്ത്രീകൾക്കായിക്കോട്ടെ PCODയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു അക്യുപഞ്ചറിസ്റ്റിനെ കണ്ട് ചികിത്സ സ്വീകരിച്ച് അവർ പറയുന്ന പോലെ ക്ഷമയോടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് മരുന്നും ഓപ്പറേഷനും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ആ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി പറ്റും അക്യുപഞ്ചറിന്. അത് ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇതിൽ വന്നിട്ട് കാര്യമുള്ളൂ. കാരണം ആർത്തവത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു ആർത്തവ കാലത്താണ് ആ ശരീരം റിപ്പയറാക്കി കൊണ്ടുവരിക. വന്ന് ഫസ്റ്റ് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേക്ക് മുഴുവൻ റിസൾട്ട് കിട്ടണമെന്നില്ല. ചിലയാൾക്ക് 3 മാസത്തെ ആർത്തവ ചക്രത്തിനോടനുബന്ധിച്ചിട്ടായിരിക്കും അത് ശരിയായിട്ട് വരിക. അപ്പോൾ അത്രയും നമുക്ക് ക്ഷമയും ഉള്ളൊരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. അതുകൊണ്ട് അങ്ങനെ ചികിത്സിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വന്നിട്ട് നിങ്ങൾക്ക് ഏത് അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നിങ്ങൾ ഈ പ്രോബ്ലം മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.